ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 73-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 174 തുടങ്ങി 180 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മളിതിനു മുമ്പത്തെ പേജിൽ മനസ്സിലാക്കിയത് ഹംറ ഉൽ അസദ് സംഭവവും പിന്നെ ബദർ സൂറ എന്നറിയപ്പെടുന്ന സംഭവമായിരുന്നു. അത് രണ്ടും ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. ഉഹദ് യുദ്ധത്തിന്റെ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഘം ആളുകളുമായിട്ട് വീണ്ടും ഈ മുശ്രിക്കുകളെ നേരിടാൻ വേണ്ടി പോയി. ഈ ഉഹദിൽ പങ്കെടുത്ത ആളുകളെ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്രയും പരിക്കുകളൊക്കെ പറ്റിയിട്ടും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് എല്ലാവരും ചെന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ്, അതിനെ പ്രശംസിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. പിന്നെ പറഞ്ഞു, അപ്പോൾ ഈ ഉഹദ് കഴിഞ്ഞ് പോകുമ്പോൾ അബൂ സുഫിയാൻ ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ടാണ് പോയതല്ലേ. അടുത്ത വർഷം ബദറിൽ വെച്ച് കാണാം എന്നും പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ പിറ്റേ വർഷം ബദറിൽ കച്ചവടമേള നടക്കുന്ന ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവിടെ ഹാജരുണ്ടായിരുന്നു. അപ്പോൾ ഈ മുശ്രിക്കുകൾക്ക് ക്ഷാമം അനുഭവപ്പെട്ട ഒരു സമയമായിരുന്നു. അത് കാരണം അവർ അബൂ സുഫിയാനെ യുദ്ധത്തിന് വേണ്ടി സ്വരുക്കൂട്ടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് ഒരു സൂത്രം ചെയ്തു. എന്താണ്, മദീനയിൽ ഒരു പ്രചാരണം നടത്തി ഇവര് ഒരു വലിയ സന്നാഹവുമായിട്ടാണ് മക്കയിൽ നിന്ന് പുറപ്പെടുന്നത്. അവരവിടെ ഈ യുദ്ധത്തിന് വേണ്ടി വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് മദീനയിൽ അറിയിച്ചു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇവരെന്താ പറഞ്ഞത്, നബിയും സ്വഹാബത്തും പറഞ്ഞ എന്താണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അള്ളാഹു മതി, അള്ളാഹു ആണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു. അവര് ആ വാർത്തയ്ക്ക് യാതൊരു വിലയും കൽപ്പിച്ചില്ല അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് അള്ളാഹു നമുക്ക് ലാസ്റ്റത്തെ ആയത്തിൽ പറഞ്ഞു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അവിടെ ബദറിൽ 8-10 ദിവസം അവിടെ അവർ താമസിച്ചു. എന്നിട്ടാണ് അവിടെ കച്ചവടമൊക്കെ നടത്തി വലിയ ലാഭവും കൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. പക്ഷെ അബൂ സുഫിയാൻ ആകട്ടെ ഈ പേര് വരുത്താൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ പറഞ്ഞൊരു വാക്ക് തെറ്റിക്കണ്ട, വാഗ്ദത്ത ലംഘനം ഭയങ്കര അപമാനമാണല്ലോ. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഒരു 2000 പേരടങ്ങുന്ന സംഘവുമായി പുറപ്പെട്ടു. ഒരു 2-3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ തിരിച്ച് മക്കയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ തിരിച്ചു ചെന്നപ്പോൾ മക്കാരൊക്കെ അവരെ കളിയാക്കി എന്നാണ്, അവിടെ എല്ലാ ആൾക്കാർ കളിയാക്കി, നിങ്ങൾ എന്തിനാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ താമസിച്ചു, ഈ കച്ചവട മേളയിൽ പങ്കെടുത്തു. ഇവർക്ക് വൻ ലാഭം കൊയ്യാൻ പറ്റി എന്നാണ് പറയണത്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു തരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم. فانقلبوا, ഫാന്ന് വെച്ചാല് അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ, ഇൻകലബ എന്ന് വെച്ചാല് മടങ്ങി എന്നാണ്. നമ്മൾ ഇൻകുലാബൊക്കെ കേട്ടിട്ടില്ലേ വാക്ക്, അത് തന്നെയാണ്. ഇൻകലബ എന്ന് വെച്ചാൽ മടങ്ങി. ബിനിഅമത്തിൻ, എന്താണ്, നിഅമത്ത് കൊണ്ട്. ബിനിഅമത്തിൻ എന്ന് വെച്ചാല് അനുഗ്രഹവുമായി. മീൻ അല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള. വഫദ്ലിൻ, ഫദ്ലിൻ എന്ന് വെച്ചാൽ ഔദാര്യവും. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് അങ്ങനെ അവർ മടങ്ങി. കച്ചവടമൊക്കെ ചെയ്തു, അവർക്ക് വലിയ ലാഭമൊക്കെ കിട്ടി, അങ്ങനെ അവരോട് മടങ്ങി. ലം യംസസ്ഹും, ലം എന്ന് വെച്ചാൽ ഇല്ല, മസ്സാന്ന് വെച്ചാൽ ബാധിച്ചു, സ്പർശിച്ചു എന്നൊക്കെയാണ് ആ വാക്കാണ് അവിടെ. യംസസ്ഹും, അവരെ സ്പർശിച്ചില്ല. സൂ എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള തിന്മയും അവരെ ബാധിച്ചില്ല. വത്തബഉ, അവർ പിൻപറ്റുകയും ചെയ്തു. റിദ്വാനല്ലാഹ്, അള്ളാഹുവിന്റെ പ്രീതിയെ അവര് പിൻപറ്റുകയും ചെയ്തു. അതായത് അള്ളാഹുവിന്റെ പ്രീതി അവർക്ക് ലഭിച്ചു. വല്ലാഹു ദു ഫദ്ലിൻ അലീം, അള്ളാഹു ഏറെ ഔദാര്യമുള്ളവനാണ് എന്നാണ് പറയണത്. അപ്പൊ ഇവിടെ 2 വാക്കുകളാണല്ലേ, നിഅമത്തെന്നും പറഞ്ഞു, അള്ളാഹു ഫദ്ലെന്നും പറഞ്ഞു. നിഅമത്ത് കൊണ്ട് ഉദ്ദേശം നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലമായി നമുക്ക് കിട്ടുന്ന അനുഗ്രഹമാണ് നിഅമത്ത്. കാരണം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വിശ്വസിച്ച് അല്ലെങ്കിൽ അതനുസരിച്ചുകൊണ്ട് നബിയുടെ കൂടെ അവിടെ ചെന്നു അല്ലേ.
അതും അതാണ് അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി അവർക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഫദ്ല് എന്ന് പറയണതോ നമ്മളുടെ പ്രവർത്തിക്കപ്പുറം അള്ളാഹു നൽകുന്ന അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അതാണ് ഫദ്ല്. അപ്പോൾ ഈ അനുഗ്രഹവും അള്ളാഹുവിന്റെ ഔദാര്യവും കൊണ്ടാണ് അവർ മടങ്ങിയത്. അവർക്ക് യാതൊരു തരത്തിലുള്ള മോശമായ തിന്മയും അവർക്ക് സ്പർശിച്ചില്ല, അല്ലെങ്കിൽ ബാധിച്ചില്ല. അവർ അള്ളാഹുവിന്റെ പ്രീതിയെയാണ് പിൻപറ്റിയത്. ഇതാണ് അള്ളാഹുവിടെ പറഞ്ഞത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത്, ഇങ്ങനെ ഈ പ്രചാരണം നടത്തിയപ്പോൾ ഈ ദുർബല വിശ്വാസികളായ ആളുകളിൽ ഭയം ഉണ്ടായി. എല്ലാവരും പറഞ്ഞില്ല ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഏറ്റവും ദൃഢമായ വിശ്വാസികളായ ആളുകൾ മാത്രമാണ് അങ്ങനെ പറഞ്ഞതല്ലേ. അപ്പോൾ കുറച്ച് ആളുകൾക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര പേടിയുണ്ടായി. അയ്യോ ഇനി നമ്മൾ പോകണോ അങ്ങോട്ട്, ഇവരിത്രയും വലിയ സന്നാഹമൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളെ പരാജയപ്പെടുത്തി കളയും എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അള്ളാഹു പറയണത്. ഇങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായപ്പോൾ നിങ്ങളിൽ ഭയം ഇട്ട് തന്നത് ആരാണ്? പിശാചാണെന്നാണ് അള്ളാഹു പറയണത്. ഈ പ്രചാരണത്തിന് നുഐം ഇബ്നു മസൂദ് എന്ന് പറഞ്ഞ ഒരാളെയാണ് വിട്ടതല്ലേ ഇങ്ങനെ പോയി പ്രചരിപ്പിക്കാൻ മദീനയിൽ. മക്കാര് ഭയങ്കര സന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട്. അപ്പൊ അയാൾ മാത്രല്ല, അബ്ദുഖൈസ് ഗോത്രക്കാരായ ഒരു യാത്രാ സംഘവും മദീനയിൽ ഇങ്ങനെ പ്രചാരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂട്ടുപിടിക്കാൻ ആരുണ്ടായി? മദീനയിലെ കപട വിശ്വാസികളും. അപ്പൊ ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രചാരണം നടത്തിയത്. അപ്പൊ അള്ളാഹു പറയാണ്, പിശാചാണ് നിങ്ങളിൽ അപ്പോൾ ഭയമിട്ട് തന്നത് എന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. ഇന്നമാന്ന് വെച്ചാൽ മാത്രം എന്നാണ്, നിശ്ചയമായും മാത്രം. വാലിക്കുമു ഷെയ്ത്താനു, അത് പിശാജു മാത്രമാകുന്നു. നിങ്ങളിൽ ആ ഭയമുണ്ടാക്കിയത് പിശാജു മാത്രമാകുന്നു എന്നാണ് പറഞ്ഞത്. യുഹവിഫു, ഹൗഫ് എന്ന് വെച്ചാൽ ഭയം, അവൻ ഭയപ്പെടുത്തുന്നു. ഔലിയ അഹു, അവന്റെ മിത്രങ്ങളെ കുറിച്ച്. അവന്റെ മിത്രങ്ങൾ എന്ന് ഉദ്ദേശിച്ച ആരാണ്? ഈ അവിശ്വാസികളെ കുറിച്ച്. ഈ അവിശ്വാസികളെ കുറിച്ച് സത്യവിശ്വാസികളിൽ ഭയപ്പാടുണ്ടാക്കിയത് ആരാണ്? പിശാജാണ്. പിശാജിന്റെ പ്രവർത്തന ഫലമായിട്ടാണെന്നാണ് അള്ളാഹു പറയണത്. എന്നിട്ട് അള്ളാഹു ഒരു ഉപദേശം പറയാണ്, എന്താണ്? നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്നെയാണ് ഭയപ്പെടേണ്ടത്. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. സത്യവിശ്വാസികൾ അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ എന്നാണ് അള്ളാഹു പറയണത്. ഫലാ തഖാഫുഹും, ഫ എന്ന് വെച്ചാൽ എന്നാൽ, അല്ലെങ്കിൽ അതിനാൽ, ലാ തഖാഫുല ഇല്ല എന്നർത്ഥം. തഖാഫൂഹും, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. വഖാഫൂനി, എന്നെ ഭയപ്പെടുവിൻ. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. നമുക്ക് അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഒരാൾക്ക് വേറെ ഒന്നിനെയും കുറിച്ച് പേടിയുണ്ടാവൂല അല്ലെ. ഇനി അല്ല, അള്ളാഹുവിനെ അല്ലാണ്ട് വേറെ പല കാര്യങ്ങളെയും ഭയപ്പെടാൻ പോയാലോ അവർക്ക് എല്ലാത്തിനും പേടിയാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും പേടിയാണല്ലേ. ഇപ്പൊ നമ്മള് നിസ്സാരമായ നമ്മൾ കാണുന്നുണ്ടല്ലേ, നമ്മുടെ ചുറ്റുപാടും ശകുനം നോക്കലും നമ്മുടെ ഇടയിലും ഉണ്ട്. മുസ്ലിം നാമധാരികളായ ആളുകളുടെ ഇടയിലും ഉണ്ടല്ലേ. ഇപ്പൊ ജാതകം നോക്കണവര്, അല്ലെങ്കിൽ വീട് വെക്കുമ്പോ തന്നെ പല പല പേടികളാണ്. അയ്യോ അങ്ങനെ ചെയ്താൽ ശരിയാവും, ഇനിയിപ്പോ കന്നിമൂല അതല്ലേ, അങ്ങനെ പലതരത്തിലും പേടിയാണ്. കാരണം എന്താ, അവർ അള്ളാഹുവിനെ മാത്രമല്ല ഭയപ്പെടണം, അവർക്ക് അള്ളാഹുവിനെ അത്ര ഭയമില്ല, ബാക്കിയുള്ള കാര്യങ്ങളെയാണ് ഭയപ്പെടുന്നത്. അപ്പൊ അള്ളാഹു പറയാണ്, നിങ്ങൾ സത്യവിശ്വാസിയാണോ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുവിൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊന്നിനെയും കുറിച്ച് പേടിയുണ്ടാവൂല, നിങ്ങൾ പേടിക്കേണ്ട കാര്യവും ഇല്ല എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞു തന്നത്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആളുകളുടെ അവിശ്വാസം ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മനസ്സിൽ. ഇപ്പൊ നമ്മൾ സൂറത്ത് കഹ്ഫിലും അള്ളാഹു തന്നെ പറയുന്നുണ്ട് അല്ലെ. എന്താണ്? ഈ അവിശ്വാസികൾ ഖുർആനിൽ വിശ്വസിക്കാത്തതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ട് നബിയെ, താങ്കളുടെ ജീവൻ തന്നെ ആയി പോകും, അതുകൊണ്ട് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അള്ളാഹു പറയാണ്, ഇവരുടെ അവിശ്വാസം, ഇവർ ഈ അവിശ്വാസത്തിലോട്ടാണ് മുന്നേറണം അല്ലേ, അത് താങ്കളെ വിഷമിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് പറയണത്. നീ ഇവരുടെ ഈ അവിശ്വാസം കൊണ്ട് അള്ളാഹ്ക്ക് യാതൊരു വക ഉപദ്രവം വരുത്താൻ ഇവർക്ക് പറ്റൂല. അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത്? പരലോകത്തിൽ ഇവർക്ക് യാതൊരു പങ്കും അല്ലെങ്കിൽ യാതൊരു നന്മയും കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവരുടെ കുഫറില്, ഇവരുടെ അവിശ്വാസത്തിൽ ഇവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അവിടെ ചെല്ലുമ്പോൾ വളരെ വലിയ വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞുതരാണ്. ഇപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചറിയാം, നമുക്ക് പരിചയമില്ലാത്ത ഒരാള്, ഏതോ ഒരാൾ, യാതൊരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളൊരു അപകടത്തിലോട്ട് പോകണം. നമുക്ക് അറിയാം ഇപ്പൊ ഈ വഴി പോയി കഴിഞ്ഞാൽ അതേ അവിടെ പോയി കഴിഞ്ഞാൽ അപകടമാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു കുഴിയുണ്ട്, അയാൾ അവിടെ പോയി വീഴും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് അയാൾക്ക് വരും എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനല്ലേ, നമ്മൾ വിഷമിച്ചു പോകും മനസ്സിൽ. അയ്യോ അയാൾ അങ്ങോട്ട് പോവല്ലേ, നമ്മൾ അയാളെ മാറ്റി വിടാനായിട്ട് ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നബി അവിടെ ഇസ്രാ മിറാജ് പോയിട്ട് നരകം എന്താണെന്നും സ്വർഗം എന്താണെന്നും നരകത്തിലെ ശിക്ഷകൾ എന്താണെന്നും ഒക്കെ നേരിട്ട് കണ്ട ആളാണ് അല്ലെ. അപ്പൊ നബിക്ക് ഭയങ്കര സങ്കടമാണ് ഇവരുടെ ഈ അവിശ്വാസം കാണുമ്പോൾ. ഇവർ പോണ റൂട്ട് എങ്ങടാന്ന് നബിക്ക് അറിയാം, ഇവർ ചെന്നെത്തുന്ന സ്ഥലം വളരെ മോശമാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഇത്ര വിഷമം ഈ അവിശ്വാസം കാണുമ്പോൾ. അപ്പൊ അള്ളാഹു ഇവിടെ പറയാണ്, വലാ യഹ്സുൻക, നിന്നെ വിഷമിപ്പിക്കാതിരിക്കട്ടെ, അല്ലദീന, യാതൊരു കൂട്ടരെ കുറിച്ച്. എന്താണ്? യുസാരിഊന ഫിൽ കുഫർ, അവിശ്വാസത്തിൽ മുന്നേറുന്ന അല്ലെങ്കിൽ അവിശ്വാസത്തിന് വേണ്ടി ധൃതി കൂട്ടുന്നവരെ കുറിച്ച് നിന്നെ
വ്യസനിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് അള്ളാഹു പറയണത്. ഇന്നഹും നിശ്ചയമായും അവർ ലൻ യളുറുല്ലാഹ ഷൈഅ, ലൻ എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യം എന്നാണ് അർത്ഥം. ലൻ ഒരിക്കലും ഇല്ല, ലൊറ യളുറു എന്ന് വെച്ചാൽ ഉപദ്രവം ഉണ്ടാക്കുക. ആർക്ക്? അള്ളാഹുവിനെ അവർ ഒരു തരത്തിലും ഉപദ്രവം ഉണ്ടാക്കൂല. യാതൊന്നും തന്നെ ഒരിക്കലും അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാനായിട്ട് പറ്റൂല. യുരീദുല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കണ എന്താണ് അവരെ കുറിച്ചിട്ട്? അല്ലാ യജ്അല ലഹും ഹല്ലൻ ഫിൽ ആഖിറ. ഹല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓഹരി അല്ലെങ്കിൽ പങ്ക് എന്നൊക്കെയാണ് അർത്ഥം. ജഅല എന്ന് വെച്ചാൽ ആക്കി. അല്ലാ യജ്അല, ആക്കാതിരിക്കാനാണ്, ലഹും അവർക്ക്, ഹല്ലൻ ഒരു ഓഹരി ഉണ്ടാക്കാണ്ടിരിക്കാനാണ് അള്ളാഹു ഉദ്ദേശിച്ചേക്കണത്. എവിടെ? ഫിൽ ആഖിറ, പരലോകത്തില്. പരലോകത്ത് ചെല്ലുമ്പോൾ അവർക്കൊരു നന്മയാകുന്ന യാതൊരു തരത്തിലുള്ള പങ്കും അവർക്ക് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് അവരെ കുറിച്ച്. അതുകൊണ്ട് അവർക്ക് യാതൊരു തരത്തിൽ അള്ളാഹുവിനെ ഉപദ്രവിക്കാനൊന്നും പറ്റൂല. ലഹും അദാബുൻ അലീം, അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു പറയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ ആശ്വസിപ്പിക്കുകയാണ് അല്ലേ. ഇനി പറയാണ് ഇന്നല്ലദീന ഇഷ്തറവുൽ കുഫ്ര. ഇഷ്തറ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള വാക്ക് തന്നെയാണ് അല്ലെ. ക്രയവിക്രയം നടത്തുക, വാങ്ങണേനും പറയും വിൽക്കണേനും പറയും അല്ലെ ഇഷ്തറാന്ന്. അപ്പൊ വിലക്ക് വാങ്ങിയ യാതൊരു കൂട്ടർ, എന്താണ് വിലക്ക് വാങ്ങിയത്? കുഫ്ര, അവിശ്വാസത്തെയാണ് അവർ വാങ്ങിയത്. എന്തിനു പകരം? ബിൽ ഈമാന്, സത്യവിശ്വാസത്തിന് പകരം അവർ കുഫ്ര വാങ്ങിയ ആളുകൾ ലൻ യളുറുല്ലാഹ ഷൈഅ, അള്ളാഹു പിന്നെ അവിടെ ഉറപ്പിച്ച് പറയാണ് അവർക്ക് യാതൊരു തരത്തിലും അള്ളാഹുവിനെ ഉപദ്രവിക്കാൻ കഴിയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണ് അള്ളാഹു പറയണത്. അപ്പൊ കുഫറിന് വേണ്ടി മുന്നേറുന്ന ആളുകളും സത്യവിശ്വാസത്തെ കളഞ്ഞിട്ട് അവിശ്വാസം സ്വീകരിക്കുന്ന ആളുകളും അല്ലെ. അപ്പൊ കപടവിശ്വാസികളും തീരെ വിശ്വസിക്കാത്ത ആളുകളും രണ്ടുപേർക്കും ശിക്ഷയുണ്ട്. അദാബുൻ അലീം എന്ന് ആദ്യം പറഞ്ഞു, വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു പറഞ്ഞ എന്താണ്? അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. നരകത്തിലെ ഏറ്റവും അടിത്തട്ടിൽ ആരാണ്? കപടവിശ്വാസികളാണ്. അപ്പൊ കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞോടത്താണ് അള്ളാഹു അദാബുൻ അലീം എന്ന് പറഞ്ഞത്. വേദനയേറിയ ശിക്ഷ അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത്ര വിഷമം ഉണ്ടാവാൻ കാരണം എന്താണല്ലേ? സ്വന്തം കുടുംബക്കാരാണ്, സ്വന്തം മൂത്താപ്പയും സ്വന്തം ബന്ധുക്കളും ഒക്കെയാണ് ഈ കുഫർ കാണിച്ച് നടക്കണേലെ ഏറ്റവും ഉന്നതന്മാരായി നിൽക്കണത് അല്ലേ. ശത്രുപക്ഷത്തെ ഏറ്റവും തലവന്മാർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാർ തന്നെയാണ്. അതും ഒരു വിഷമത്തിന് കാരണമാണ് അല്ലേ. നമ്മൾ പറഞ്ഞു യാതൊരു പരിചയമില്ലാത്ത ഒരാള് ഒരു അപകടത്തിലേക്ക് പോണ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമാണ്. അപ്പൊ സ്വന്തം കുടുംബക്കാരാകുമ്പോൾ ആ വിഷമം ഇരട്ടിക്കല്ലേ ഉള്ളൂ. അപ്പൊ അള്ളാഹു അവിടെ ആശ്വസിപ്പിക്കുകയാണ്. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു ഈ അവിശ്വാസികളെ കുറിച്ച് പറയാണ്. ഈ മുശ്രിക്കുകളുടെ ഒരു വിശ്വാസം എന്ന് വെച്ചാല് അവര് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അവർക്ക് അനുകൂലമായ ഒരു റിസൾട്ടാണ് കിട്ടണമെങ്കിൽ അവരുടെ വിചാരം എന്താ? അവര് ചെയ്യണ കാര്യം ശരിയാണ്, അതാണ് ഏറ്റവും ശരി എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പൊ ഇവര് നോക്കുമ്പോൾ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് തൗഹീദൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവര് ഉപദ്രവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ മക്കത്തുനിന്ന് ഓടിപ്പിച്ചു. അപ്പോഴെന്താ ഇവര് വിചാരിക്കണത്? കണ്ട, ഞങ്ങളുടെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടാണ് ഇവർ ജയിച്ചു നിൽക്കണേന്നാണ് ഇവരൊരു തോന്നല്. പിന്നെ ഉഹദ് യുദ്ധത്തിന് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്തിനെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ചു. അള്ളാഹിന്റെ പ്രവാചകനാണെന്നാണ് പറയണത്. എന്നിട്ട് പല്ല് പൊട്ടി, തല പൊട്ടി, ചോര വന്നു, കുഴിയിൽ കിടന്നു അല്ലെ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായി. അപ്പൊ അവര് വിചാരിക്കണം എന്താണ്? ഞങ്ങളുടെ ഭാഗത്താണ് ശരി, ഞങ്ങളാണ് ചെയ്യണത് നല്ലത് എന്ന്. അപ്പൊ അള്ളാഹു അതിനൊരു മറുപടി പറയാണ്, നിങ്ങൾക്ക് അള്ളാഹു ഇവിടെ കാലതാമസം തന്നെ, നിങ്ങൾ നശിച്ചു പോകാണ്ട് നിങ്ങളെ ഇവിടെ അള്ളാഹു തുടർത്തിക്കൊണ്ടിരിക്കണ എന്തിനാണ്? നിങ്ങൾക്ക് ഒരിക്കലും അത് ഉത്തമമല്ല, നിങ്ങൾക്ക് ഹൈറായതുകൊണ്ടല്ല. അത് അള്ളാഹു നിങ്ങളെ നീട്ടിയിട്ട് തരാണ്. കാരണം കുറെ പാപം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെല്ലുമ്പോൾ നിന്ദ്യകരമായ ശിക്ഷയുണ്ട് എന്നാണ് അള്ളാഹു പറയണത്. അപ്പോൾ ഒരാൾക്ക് ഒരു ആയുസ് കൂടി കിട്ടിയത് ഒരിക്കലും ഒരു നന്മയല്ല, അല്ലെങ്കിൽ അയാൾക്ക് അത് ഹൈറായിരിക്കണമെന്നില്ല. ഒരുപാട് ആയുസ് കിട്ടുകയും ആ ആയുസ്സിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്തുകൾ ചെയ്യാൻ, നല്ല അമലുകൾ ചെയ്യാൻ കഴിയുകയും ചെയ്താൽ മാത്രമേ അയാൾക്ക് അതുകൊണ്ട് ഹൈറുള്ളൂ. അപ്പൊ ഇവരുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഞങ്ങൾ വലിയ അഭിമാനികളാണ്, ഞങ്ങൾ തോറ്റിട്ടില്ല. കാരണം പ്രവാചകനാണ് ഫുൾ പരിക്ക് പറ്റിയതും അവരാണ് സാമ്പത്തികമായി മോശം അവസ്ഥയിലും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ അവരൊരു ധാരണ ഞങ്ങൾ ഭയങ്കര അഭിമാനികളാണെന്നുള്ളൊരു ഭാവം അവർക്കുണ്ട്. ഞങ്ങളെല്ലാം കൊണ്ടും തികഞ്ഞവരാണ്. പക്ഷെ അപ്പൊ അള്ളാഹു പറയണത് എന്താണ്? നിങ്ങളെ അപമാനപ്പെടുത്തുന്ന ശിക്ഷയാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കണേ എന്നാണ് അള്ളാഹു പറയണത് അടുത്ത ആയത്തില്. ആയത്ത് നമുക്ക് നോക്കാം. വലാ യഹ്സബന്ന, ഹസിബ എന്ന് വെച്ചാൽ എന്താണ്? വിചാരിച്ചു, കണക്കാക്കി എന്നൊക്കെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട. അല്ലദീന കഫറു, ആരാണ്? അവിശ്വസിച്ച ആളുകള്. അന്നമാ നുംലി ലഹും, അന്നമാന്ന് വെച്ചാല് നിശ്ചയമായും മാത്രമാണെന്ന്. നുംലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്?
നാം ഒഴിവ് നൽകിയിരിക്കുന്നു ലഹും അവർക്ക് ഖൈറുല്ലി അംഫുസിക്കും, അത് അവരുടെ സ്വന്തം ദേഹങ്ങൾക്ക് അതൊരു ഉത്തമമാണ്. അവർക്ക് ഒഴിവ് നൽകാന്ന് ചെന്ന ശിക്ഷയൊന്നും വിട്ടാണ്ട് അവർ വളരെ സുഖമായി മുന്നോട്ട് പോണത് അവർക്കത് ഖൈറാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഇന്നമാ നുംലി ലഹും, നിശ്ചയമായും നിങ്ങൾക്ക് ഒഴിവ് നൽകപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചു കാലം നീട്ടിയിട്ട് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിയസ്ദാദു ഇസ്മ, നിങ്ങൾ പാപം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പാപത്തിൽ വർദ്ധിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കുറേയും കൂടി തെറ്റ് ചെയ്താലാണ് അതിനനുസരിച്ച് ശിക്ഷ അവിടെ കിട്ടുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നിങ്ങളെ അങ്ങോട്ട് ഒഴിവാക്കി വിട്ടു തന്നിരിക്കണമെന്നാണ് അള്ളാഹു പറയണത്. വലഹും അദാബും മുഹീൻ എന്നാണ് പറഞ്ഞത്. അവർക്ക് അവിടെ അപമാനപ്പെടുത്തുന്ന ശിക്ഷയുണ്ടെന്ന്. നേരത്തെ പറഞ്ഞു അദാബുൻ അലീം, വമ്പിച്ച ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദാബുൻ അലീം എന്ന് പറഞ്ഞില്ലേ, വേദനയേറിയ ശിക്ഷയുണ്ട്. ഇവിടെ അള്ളാഹു പറയണ എന്താണ്? അദാബും മുഹീൻ. നിങ്ങൾ അങ്ങനെ വലിയ അഭിമാനമൊന്നും കൊള്ളണ്ട, നിങ്ങൾ വലിയ ആൾക്കാരാന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളെ അപമാനപ്പെടുത്തുന്ന ശിക്ഷയാണ് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിരിക്കണം. നിങ്ങൾക്ക് അത് കിട്ടും എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞു തരാണ് അല്ലെ. ഈ ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ തന്നെ ആയുസ് നീട്ടി കിട്ടിയത് കൊണ്ട് ഹൈറ് ലഭിച്ച ആളുകളുണ്ടല്ലേ. നമ്മുടെ ശത്രുപക്ഷത്തെ നേതാക്കളായിരുന്നു ആര്? അബൂ സുഫിയാനും ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുമാ അല്ലെ. രണ്ടുപേരും അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളായിട്ട് മാറാണ് ഉണ്ടായത്. അള്ളാഹു ആയുസ് നീട്ടിത്തരുന്നത് ചിലർക്ക് ഹൈറുമാവുന്നുണ്ട്, ചിലർക്ക് അത് ഷർറുമാവുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇതുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളുടെ കൂട്ടത്തില് നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അല്ലെ. ആമീൻ. അടുത്ത ആയത്ത് അള്ളാഹു സത്യവിശ്വാസികളോടാണ് പറയണത്. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടല്ലേ, അവരിൽ തന്നെ നല്ല ആൾക്കാരും ഉണ്ട്, മോശം ആൾക്കാരും ഉണ്ട്. അപ്പൊ അള്ളാഹു പറയണം, നിങ്ങളെങ്ങനെ സത്യവിശ്വാസികളാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അങ്ങനെ അങ്ങോട്ട് വിടാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു അതിൽ നിന്നും ദുഷിച്ചതിനെ മാറ്റി ശുദ്ധമായതിനെ മാത്രം വേർതിരിച്ചെടുക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കണമെന്നാണ് പറയണത്. അങ്ങനെ നിങ്ങളെ ശുദ്ധീകരിച്ചെടുക്കണ വരെ നിങ്ങൾക്ക് ഈ ഉഹദിലുണ്ടായ പരീക്ഷണം പോലെ പലതരത്തിലും പരീക്ഷണങ്ങൾ ഉണ്ടാവും എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ സത്യവിശ്വാസികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയിച്ചു തരാനൊന്നും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അത് പ്രവാചകന്മാർക്കും അദൃശ്യമായ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു വിചാരിച്ച കാര്യം പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് മാത്രം. നമ്മള് മുമ്പും പറഞ്ഞിട്ടുണ്ട്, എല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വിശ്വസിക്കാൻ ഇപ്പൊ ആർക്കും ബുദ്ധിമുട്ടില്ല അല്ലെ. അപ്പൊ അള്ളാഹു പറയാണ്, നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് അള്ളാഹു എന്താണ്? വമ്പിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കാണാതെ നമ്മൾ അള്ളാഹു പറയണത് വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് വമ്പിച്ച പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് അടുത്ത ആയത്തില്. മാ ക്യാൻ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹു ക്യാനെന്ന് വെച്ചാൽ ഉണ്ടാവുക അല്ലെങ്കിൽ ആയി എന്നൊക്കെയാണ്. അള്ളാഹു അങ്ങനെ അല്ല. എങ്ങനെ? ലിയദറൽ മുഅ്മിനീന, വദറാന്ന് ചെന്നാണ് വിട്ടേക്കുക. അങ്ങനെ വെറുതെ അങ്ങോട്ട് വിടാനായിട്ട് ആരെ? സത്യവിശ്വാസികളെ അങ്ങനെ വെറുതെ അങ്ങോട്ട് വിട്ട് കളയാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. അലാമ അന്തും അലൈഹി, അവർ ഏതൊന്നിലാണോ ഉള്ളത് അങ്ങനെ അങ്ങോട്ട് വിട്ട് കളയാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഏതുവരെ? ഹത്ത യമീസൽ ഖബീസ, ഹത്താന്ന് വെച്ചാൽ വരെ, യമീസാന്ന് വെച്ചാൽ വേർതിരിക്കുക, അൽ ഖബീസ ദുഷിച്ചതിനെ, മിനത്വയ്യിബ് നല്ലതിൽ നിന്നും. അപ്പൊ നല്ലതിൽ നിന്നും ചീത്തയായതിനെ വേർതിരിക്കുന്നത് വരെ വെറുതെ നിങ്ങളെ അങ്ങോട്ട് വിശ്വാസികളാണെന്ന് പറഞ്ഞ് വിട്ടേക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയണത്. വമാക്കാൻ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ലിയുത്ലിയക്കും, ത്വലഅന്ന് വെച്ചാൽ ഉദിച്ചു, എത്തി നോക്കി എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് കാണാത്തൊരു സാധനത്തിനെ കാണാൻ വേണ്ടിയിട്ട് എത്തി നോക്കൂലേ, അതിനെയാണ് പറയണത്. അപ്പൊ അതായത് അദൃശ്യമായ കാര്യങ്ങളെ വെളിവാക്കി തരാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അലൽ ഗൈബ്, അദൃശ്യ കാര്യത്തെ പറ്റി. അപ്പൊ ആ ഒളിഞ്ഞിരിക്കുന്ന കാര്യത്തിനെ നിങ്ങളെ എത്തി നോക്കി നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയണത്. വലാകിൻ അല്ലാഹ, എന്നാൽ അള്ളാഹു യജ്തബി, ഇജ്തബാന്ന് ചെന്താ തെരഞ്ഞെടുത്തു, മിർ റുസുലിഹി മയ്യശാഉ, അള്ളാഹുവിന്റെ ദൂതന്മാരിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനെ? ഈ അദൃശ്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു അല്ലെ. എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ അതാ ഒരാൾക്ക് മുഴുവനായിട്ടും അദൃശ്യ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതാണ് അള്ളാഹു പറയണത്. അള്ളാഹു ഉദ്ദേശിച്ച പ്രവാചകന്മാർക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത് അവർക്ക് അദൃശ്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫആമിനു ബില്ലാഹി, അതിനാൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക. വറുസുലിഹി, അവന്റെ റസൂലുകളിലും നിങ്ങൾ വിശ്വസിക്കുക. വഇൻ തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചാൽ എന്തുണ്ടാവും? വതത്തഖു, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ ഫലക്കും അജ്റുൻ അളീം, നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട്.
ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞെന്താണ്, നിങ്ങൾ സത്യവിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അങ്ങോട്ട് വെറുതെ വിട്ടേക്കാൻ അള്ളാഹു ഉദ്ദേശിക്കണില്ല. ഏതുവരെ? സത്യത്തിൽ നിന്നും അല്ലെങ്കിൽ നല്ലതിൽ നിന്നും ദുഷിച്ചതിനെ വേർതിരിച്ചെടുക്കുന്നത് വരെ അള്ളാഹു നിങ്ങളെ അങ്ങോട്ട് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അതുവരെ നിങ്ങൾക്ക് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് ഒരു സത്യവിശ്വാസി ആരാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ. എല്ലാം നല്ല എളുപ്പത്തിൽ നടക്കുമെങ്കിൽ ആർക്ക് വേണമെങ്കിലും അതിൽ നിൽക്കാം അല്ലെ. അപ്പൊ അള്ളാഹു അതാണ് പറയണത്. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് അദൃശ്യമായ കാര്യങ്ങളെ കാണിച്ചു തരാനും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളെല്ലാം കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ദൂതന്മാരിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ചിലതൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കുക, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? വമ്പിച്ച പ്രതിഫലം അള്ളാഹു തരും എന്നാണ് ഇവിടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാണ്ട് പിശുക്ക് കാണിച്ചു വെക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു? സ്വന്തം ശരീരം കൊണ്ടുള്ള ജിഹാദാണ് അല്ലെ. യുദ്ധത്തിന് വരാത്തവരെ കുറിച്ചിട്ടും യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞു പോണ കപട വിശ്വാസികളെ കുറിച്ചിട്ടും ഒക്കെയാണ് പറഞ്ഞത്. പിന്നെ അള്ളാഹു പറയണത്, ചിലവർക്ക് എന്താണ്, ശരീരം കൊണ്ട് പണിയെടുക്കാനൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും, പൈസ ചെലവാക്കാൻ ഭയങ്കര മടിയായിരിക്കും അല്ലെ. അപ്പൊ അള്ളാഹു ഇവിടെ പറയാണ്, അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ധനമൊക്കെ കിട്ടിയിട്ടുള്ളത്. അതിനെ നിങ്ങൾ പിശുക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ലതാണ്. ഇത് എടുത്തു വെച്ചാൽ എനിക്കത് ഭയങ്കര ഗുണം ചെയ്യുന്ന ആരും വിചാരിക്കണ്ട. അത് അവർക്കൊരു ഗുണവും ചെയ്യൂല, ദോഷം മാത്രമേ ചെയ്യുള്ളൂ. ഈ പിശുക്കി നിങ്ങൾ എടുത്തു വെക്കണ ഈ ധനം മുഴുവൻ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് കഴുത്തിലിടുന്ന ഒരു ആഭരണമായിട്ട് അള്ളാഹു തരും എന്നാണ് പറയണത്. നമ്മള് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ സക്കാത്ത് ഉണ്ടല്ലേ, ആ സക്കാത്ത് മാത്രമല്ല, അല്ലാണ്ട് പല സന്ദർഭങ്ങളും ഉണ്ടാവും നമ്മൾ ചെലവഴിക്കേണ്ട സന്ദർഭങ്ങൾ, നമ്മളുടെ കടമയായി വരണ പല കാര്യങ്ങളും. ഞാൻ ഈ വർഷം കൊടുക്കേണ്ട സക്കാത്തൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി എൻ്റെ ഇതൊന്നും തരാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. സക്കാത്തൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുക്കും, അൽഹംദുലില്ലാ, അത് നല്ല കാര്യം. പക്ഷെ വേറൊരു അത്യാവശ്യ ഘട്ടം വന്നു, നമ്മളാണ് അതിന് ചെലവഴിക്കേണ്ട ആളുകൾ എന്ന് നമുക്ക് തോന്നിയാൽ പോലും അയ്യോ എൻ്റെ പൈസ ഇല്ല, ഇനിയുള്ളത് കളയാൻ എനിക്ക് പറ്റൂല, നിർബന്ധമായിട്ട് അള്ളാഹു പറഞ്ഞു ഞാൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ വിചാരിച്ചിരിക്കരുത് എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനിയല്ല, സക്കാത്ത് കൊടുക്കാൻ തന്നെ കണക്ക് കൂട്ടി കൊടുക്കണ ആളുകൾ വളരെ ചുരുക്കത്തിലേ ഉള്ളൂ അല്ലെ. അള്ളാഹുവിനെ പേടിക്കണ കുറച്ചു പേരൊക്കെ തന്നെ ചിന്തിക്കും, ഞാൻ കൃത്യമായിട്ട് കൊടുക്കണുണ്ടോ എന്ന് ആലോചിക്കുമ്പോഴും മനസ്സിലപ്പോ വരും, പിന്നെ ഞാൻ ഇത്രയൊക്കെ കൊടുക്കണില്ലേ, അതൊക്കെ ആയിട്ടുണ്ടാവും അല്ലെ. കൃത്യമായിട്ടൊരു കണക്ക് നോക്കുമൊന്നുമില്ല, ഞാൻ ഇത്രയും ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്, അത് ഇത്രയൊക്കെ തന്നെ എൻ്റെ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. കൃത്യമായും നമ്മുടെ വരുമാനവും അത്യാവശ്യമുള്ള ചെലവും കഴിച്ച് ബാക്കിയുള്ളത് നമ്മൾ സക്കാത്ത് 2.5% അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ നമുക്ക് ഭയങ്കര വലിയ തുകയായിട്ട് തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ അത് കൊടുക്കാണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചും, ഇനി അല്ല അത് കൊടുത്തു കഴിഞ്ഞു, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു, അപ്പൊ അവരെ നമ്മൾ സഹായിക്കാണ്ടിരിക്കലും ഒക്കെ ഇതിൽ പെടും. അതാണ് അള്ളാഹു പറയണത്. ഇനിയിപ്പൊ അത് മാത്രല്ല, ദീനിന്റെ മാർഗത്തിൽ എന്തെങ്കിലും വിഷയത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞാലും നമ്മൾ കൊടുക്കാത്ത ആൾക്കാരും അതിന് വളരെ പിശുക്ക് കാണിച്ചെടുത്തു വെക്കുന്ന ആൾക്കാരും ഉണ്ടല്ലേ, അവരൊക്കെ ഇതിൽ പെടും എന്നാണ് പറയണത്. വലാ യഹ്സബന്ന, ഹസിബ എന്ന് വെച്ചാൽ കണക്കാക്കുക, വിചാരിക്കുക എന്നൊക്കെ അല്ലെ. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട, ഒരിക്കലും വിചാരിക്കണ്ട, അല്ലദീന യബ്ഖലൂന, ബുഖ്ൽ എന്താണ്? പിശുക്ക് അല്ലെ, ലുബ്ധത കാണിക്കുന്ന യാതൊരു കൂട്ടർ വിചാരിക്കണ്ട, ബിമാ ആതാഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് നൽകിയതാണ് ഇവർ പിശുക്കി വെക്കണം അല്ലെ. ഇവര് പറയും, നമ്മൾ പണിയെടുത്ത് കിട്ടിയതാണ്, അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, ഇത് കിട്ടാനുള്ള വല്ല അർഹതയും നമുക്കുണ്ടോ? മനുഷ്യന്മാരൊക്കെ ഒരുപോലെ തന്നെയാണ്, അള്ളാഹുവിന്റെ ഫള്ല് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയതാണിത്. മിൻ ഫള്ലിഹി, കണ്ട, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും അള്ളാഹു നൽകിയതിനെ പിശുക്കി വെക്കണ ഒരാളും വിചാരിക്കണ്ട. ഹുവ ഖൈറുൻ ലഹും, അത് നിങ്ങൾക്ക് ഉത്തമമാണ്, നിങ്ങൾക്കത് ഖൈറാണ്. ഈ പിശുക്കി എടുത്തു വെച്ചിട്ട് ഇത് കൂട്ടി വെച്ചിട്ട് വേണം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ എന്ന് ഒന്നും ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. അതൊരിക്കലും നിങ്ങൾക്ക് ഖൈറല്ല എന്നാണ് പറയണത്. ബൽ ഹുവ ഷർറുൻ ലഹും, അത് നിങ്ങൾക്ക് ഷർറാണ്, നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും, ഇപ്പോഴല്ല ഭാവിയിൽ. അതാണ് അള്ളാഹു പറയണത്. സയുതവ്വഖൂന, അത് വഴിയെ നിങ്ങൾക്ക് കഴുത്താഭരണമാക്കും, നിങ്ങൾക്ക് കഴുത്തിലിടാനുള്ള ഒരു ആഭരണമായി മാറും ഈ നിങ്ങൾ പിശുക്കി എടുത്തു വെക്കേണ്ട സ്വത്ത്. മാ ബഖിലൂ ബിഹി, അവർ എന്തിലാണോ ലുബ്ദ് കാണിച്ചത്, ബുഖ്ല് കാണിച്ചത്, പിശുക്ക് കാണിച്ചത്, അത് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, അള്ളാഹു പറയാണ് ഇതിന്റെയൊക്കെ ആകാശഭൂമികളുടെ എല്ലാം അനന്തരാവകാശമാർക്കാണ്? അള്ളാഹുവിൻ്റെതാണ് അല്ലെ. നമ്മളിപ്പോ നമ്മുടെ എന്ന് പറഞ്ഞെടുത്തു വെക്കുന്ന സ്വത്തൊക്കെ ശരിക്കും ആരുടെയാണ്? അള്ളാഹുവിൻ്റെയാണ്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമുക്ക് ആലോചിക്കാം. നമ്മൾ ഒരു പിതാവ് ഒരു കുട്ടിക്ക്, സ്വന്തം മകൾക്ക് ആഭരണം വാങ്ങിച്ചു കൊടുക്കാന്ന് വെക്കാം. അപ്പൊ കുട്ടി എന്താ പറയാ? ഇതെന്റെയാന്നാ പറയാ അല്ലെ. പക്ഷെ നമുക്കൊരു പിതാവിനൊരു ആവശ്യം വരുന്ന സമയത്ത് ആരോടും ചോദിക്കൂല അല്ലെ. ചിലപ്പോ അത്
എടുത്ത് വിൽക്കേണ്ട സമയം വന്നാൽ എടുത്ത് വിൽക്കും. അപ്പം അതിൻ്റെ അധികാരം ആർക്കാണ്? ആ പിതാവിനാണല്ലേ. പക്ഷെ ആ കുട്ടി എന്താ പറയണത്? ഇതെൻ്റെ ആണ്, എൻ്റെ ഡ്രസ്സാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വർണ്ണമാണ്, അല്ലെങ്കിൽ എൻ്റെ മാലയാണെന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യപൂർവ്വം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ പേര് പറയും, അതെൻ്റെ സ്ഥലമാണ്, അതെൻ്റെ ബിൽഡിംഗ് ആണ്, അല്ലെ, അല്ലെങ്കിൽ എൻ്റെ ആഭരണങ്ങളാണെന്നൊക്കെ പറയും. പക്ഷെ ഇതിൻ്റെയൊക്കെ അവസാനം അനന്തരം ചെല്ലണത് ആരുടെ അടുത്തേക്കാണ്? ഇതെല്ലാം അള്ളാഹുവിൻ്റെതാണെന്നാണ് പറയണത്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെയൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഖബീർ എന്ന് വെച്ചാൽ വെറുതെ അങ്ങോട്ട് അറിയല്ല, എല്ലാം ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണെങ്കിലും അള്ളാഹു അറിയുന്നുണ്ട്. എല്ലാം അള്ളാഹു സൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയണത്, അല്ലേ. അപ്പൊ ഈ സക്കാത്ത് കൊടുക്കാത്തതിനെ പറ്റി പിശുങ്ങി എടുത്തു വെക്കണവരെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരു സക്കാത്ത് കൊടുത്തു തീർക്കാത്ത ഒരാൾക്ക് അയാളുടെ സ്വത്തിനെ ഒരു വലിയ സർപ്പമായിട്ട് ഖിയാമത്ത് നാളിൽ അയാളുടെ കഴുത്തിൽ മാലയായിട്ട് ഇട്ട് കൊടുക്കും എന്നാണ്. എന്നിട്ട് അത് അയാളുടെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് മുഖത്ത് കൊത്തിക്കൊണ്ടിരിക്കുന്നതാണ്, കവിളിൽ കൊത്തിക്കൊണ്ടിരിക്കുന്നതാണ് പറയണത്. അത് ഇനി സക്കാത്തിന് മാത്രമല്ല, ഇനി മറ്റുള്ളവരുടെ മുതൽ അപഹരിച്ചെടുക്കുന്ന ആളായാലും അന്യന്റെ ഭൂമി കയ്യേറുന്ന ആളാണെങ്കിലും ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ആ സ്വത്ത് ഒരു കൂറ്റൻ സർപ്പമാക്കി കിയാമത്ത് നാളിൽ അവന്റെ ഉടമസ്ഥന്റെ കഴുത്തിൽ മാലയായിട്ട് അണിയിച്ചു കൊടുക്കുന്നു. ഒരിക്കലും ഇതൊരു ആലങ്കാരികമായി പറയണമൊന്നുമല്ല. നമുക്കിപ്പം ചിന്തിച്ചാൽ ഇതെങ്ങനെയാണ് പാമ്പിന്റെ രൂപത്തിലാവണേന്നൊന്നും ആലോചിച്ചാൽ മനസ്സിലാവില്ലെങ്കിലും ഇതൊക്കെ യഥാർത്ഥമായിട്ട് നടക്കാൻ പോണ കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ട് മറന്നുപോയ അല്ലെങ്കിൽ കേട്ട് വിട്ട് കളഞ്ഞ ഹദീസുകളാണ്. എന്നാലും നമുക്ക് ഈ സക്കാത്തിന്റെ വിഷയത്തിലാണെങ്കിലും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവഴിക്കേണ്ട വിഷയമാണെങ്കിലും ഈ പറയണ ഞാനടക്കം അല്ലെ, അപ്പൊ ഒരു പിടുത്തം വരും, അയ്യോ അത്രയും കൊടുക്കണോ വേണ്ട അല്ലെ. എങ്ങനെ പറഞ്ഞാലും നമ്മൾ ആദ്യം വിചാരിച്ച അത്ര തുക ചിലപ്പോൾ നമ്മൾ കൊടുത്തെന്ന് വരില്ല. പക്ഷെ നമ്മൾ അത് കൊടുത്ത് അതിൽ നിന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. കൊടുത്ത് പരിചയമുള്ള അല്ലെങ്കിൽ കൊടുത്താൽ നമുക്കതൊരിക്കലും കുറയൂല, നമുക്കത് വർദ്ധിപ്പിച്ചു തരും എന്ന് നമ്മൾ കൊടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു ഹദീസ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസാണ്. സുബഹി കഴിഞ്ഞാൽ 2 മലക്കുകൾ വിളിച്ചു പറയുന്നതാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവർക്ക് അള്ളാഹുവെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്കി വെക്കണവന് അവന്റെ ധനം ചുരുക്കണേ, അവനിൽ നിന്നും ഇല്ലാണ്ടാക്കി കളയണേ എന്ന് പ്രാർത്ഥിക്കും എന്നാണ്. അപ്പം അത് നമ്മളെ കൊണ്ട് കഴിയണ ഒരു തുക, വലിയതൊന്നും വേണമെന്നില്ല. ഡെയിലി നമുക്കത് ചെയ്യാൻ പറ്റിയാൽ അത് ഏറ്റവും ഹയറാണ്. നമുക്ക് ഇവിടെ ഈ ലോകത്ത് തന്നെ നമുക്കത് അറിയാൻ പറ്റും എന്നാണ്. അത് കൊടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ ഹദീസൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ അത് നമ്മൾ ചെലവഴിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് അനുഭവിക്കാം എന്നാണ് പറയണത് കേട്ടോ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗൂഗിൾ പേയും ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമുക്കിപ്പോൾ ആളെ പോയി അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് കൊടുക്കാനൊന്നും ഡെയിലി പറ്റൂല അല്ലെ. ഇപ്പൊ ഒരുപാട് ട്രസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കൃത്യമായി അറിയണ ഒരുപാട് സംഘടനകളും അല്ലെങ്കിൽ ആളുകളും ഒക്കെ ഉണ്ടാവും. എന്നും ഒരാൾക്ക് തന്നെ കൊടുക്കണം എന്നില്ല. പക്ഷെ നമ്മളെ കൊണ്ട് ഒരു 10 രൂപയെ കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ അത് ഡെയിലി കൊടുക്കാൻ പറ്റിയാൽ അത് അൽഹംദുലില്ലാ അത് ഭയങ്കര ഹൈറാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ചെലവഴിച്ച് തുടരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും എന്നുള്ളത് തീർച്ച തന്നെയാണ്. അപ്പൊ ഇതാണ് അള്ളാഹു ഇവിടെ പറയണത്, പിശുക്കി എടുത്തു വെച്ചിട്ട് ഒരു കാര്യമില്ല, അത് നിങ്ങൾക്ക് അവസാനം ഷർറാണ്, നിങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യം പറഞ്ഞ എന്തായിരുന്നു, ഈ ബദർ സൂറയിലെ അല്ലേ, ബദറിൽ 2ാമത് 1 വർഷം കഴിഞ്ഞ് വന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിനൊരുങ്ങി വന്ന ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് അള്ളാഹു നൽകി എന്നാണ് പറഞ്ഞത് അല്ലേ. അവരുടെ കച്ചവടത്തിൽ അവർക്ക് ഇരട്ടി ലാഭം ലഭിച്ചു എന്നാണ്. അവർ കൊണ്ടുവന്ന എമൗണ്ടിനേലും ഇരട്ടിയായിട്ട് അവർക്ക് ലാഭം ലഭിച്ചിട്ട് അവർ മടങ്ങി എന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിയും കൊണ്ടാണ് അവർ മടങ്ങിയത്. അള്ളാഹു ഒരുപാട് വമ്പിച്ച ഔദാര്യമുള്ളവനാണെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ ഒരു വലിയ സംഘം മുശ്രിക്കുകൾ ഒരുങ്ങി വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഭയപ്പെട്ട ആളുകളെ കുറിച്ചിട്ടാണ് പറയണത്. അവരുള്ളിൽ ആ ഭയം ഉണ്ടാക്കിയത് ആരാണ്? പിശാചും അവന്റെ കൂട്ടാളികളുമാണ് ഭയം ഉണ്ടാക്കിയത്. നിങ്ങൾ അവരെ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ എന്നെ മാത്രം പേടിക്കൂ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. പിന്നെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ആശ്വസിപ്പിക്കുകയാണ് അള്ളാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആളുകളുടെ ഈ കുഫർ, അവിശ്വാസം, ഇങ്ങനെ അവർ അവിശ്വാസത്തിലേക്ക് ധൃതി കൂട്ടി പോണ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പം അതൊന്നും താങ്കളെ വിഷമിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിന് എതിരെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഈ അവിശ്വാസം കൊണ്ട് അള്ളാഹുവിന് യാതൊരു തരത്തിലും ഉപദ്രവം ഉണ്ടാക്കാൻ അവർക്ക് പറ്റൂല. അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ്, പരലോകത്ത് ചെല്ലുമ്പോൾ ഇവർക്ക് യാതൊരു ഓഹരിയും യാതൊരു നന്മയും കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ അവരുടെ അവിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വമ്പിച്ച ശിക്ഷ അവിടെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു.
ഇനി ചില ആളുകൾ എന്താണ്, സത്യവിശ്വാസം സ്വീകരിച്ചു എന്നിട്ട് അതിന് പകരം അവർ അവിശ്വാസത്തിനെയാണ് സ്വീകരിക്കണേ. സത്യവിശ്വാസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവിശ്വാസം സ്വീകരിക്കണ ആളുകൾ, അവർക്ക് ഒരു നിലയ്ക്കും അള്ളാഹുവിനെതിരെ ഉപദ്രവം ഉണ്ടാക്കാൻ അവർക്ക് പറ്റൂല, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്നും പറഞ്ഞു. ഇനി അവിശ്വാസികളോട് പറയാണ്, നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങളിങ്ങനെ സുഖമായി നിങ്ങളിങ്ങനെ നീട്ടിയിട്ട് തരണത് നിങ്ങൾക്ക് ഹൈറാന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളിങ്ങനെ നീട്ടിയിട്ട് തരണം എന്തിനാണ്? നിങ്ങൾ കൂടുതൽ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ സമയം തരണത്. ഈ തെറ്റൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളെ അപമാനപ്പെടുത്തുന്ന ശിക്ഷ അള്ളാഹു അവിടെ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടും എന്നാണ് അള്ളാഹു അറിയിച്ചത് അല്ലേ. പിന്നെ പറഞ്ഞു, സത്യവിശ്വാസികളോട് പറഞ്ഞു, നിങ്ങളൊരു സത്യവിശ്വാസികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളങ്ങനെ അങ്ങോട്ട് വെറുതെ വിടാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളിൽ ചീത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ. അപ്പം അത് ദുഷിച്ചതിനെ നല്ലതിൽ നിന്നും മാറ്റണത് വരെ നിങ്ങൾക്ക് ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹു ഒരിക്കലും അദൃശ്യമായ കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയിച്ചു തരാനും ഉദ്ദേശിച്ചിട്ടില്ല. അദൃശ്യമായ ഒരു കാര്യത്തിനെ കണ്ടാൽ, അല്ലെങ്കിൽ നീ വരാൻ പോണ ഒരു കാര്യം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാലോ. അപ്പം അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം നിങ്ങളെ അള്ളാഹു ഉദ്ദേശിച്ച പ്രവാചകന്മാർക്ക് മാത്രമേ അള്ളാഹു അദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുള്ളൂ. അത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച ആളുകൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പല കാര്യങ്ങളും അറിയണം അല്ലേ. പ്രവാചകന്മാർ വഴി നമ്മൾ സ്വർഗം നരകം അങ്ങനെ പല കാര്യങ്ങളും അല്ലേ, ഭാവിയിൽ നടക്കാൻ പോണ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിയണത് അങ്ങനെയാണ്. അപ്പം അള്ളാഹു ഉദ്ദേശിച്ച പ്രവാചകന്മാർക്ക് അള്ളാഹു അത് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ദൂതന്മാരിലും നിങ്ങൾ വിശ്വസിക്കുക. കാരണം പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക. ഇനി നിങ്ങൾ സൂക്ഷിക്കുകയാണ്, അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? വമ്പിച്ച പ്രതിഫലം അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാതെ പിശുക്കി സൂക്ഷിച്ചു വെക്കുന്ന ആളുകൾ ഒരിക്കലും വിചാരിക്കേണ്ട നിങ്ങൾക്കത് ഹൈറാണ്, ഈ പണം ഞങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. അത് നിങ്ങൾക്ക് ഷർറാണ്. നിങ്ങൾ ഈ കൂട്ടി എടുത്തു വെക്കണ, പിശുക്കി എടുത്തു വെക്കണ ഈ ധനം നിങ്ങളുടെ കഴുത്തിലിടണ ഒരു ആഭരണമായി നിങ്ങൾക്ക് കിയാമത്ത് നാളിൽ നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. കഴുത്തിലിടുന്ന ആഭരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, വലിയ സർപ്പത്തിൻ്റെ രൂപത്തിലാണ് നമ്മുടെ കഴുത്തിലിട്ട് തരാം. അത് നമ്മുടെ കഴുത്തിൽ ചുറ്റിയിട്ട് കവിളിൽ കൊത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയും, ഞാൻ നിന്റെ ധനമാണ്, നീ സൂക്ഷിച്ചു വെച്ചത് നിന്റെ ധനമാണെന്ന് പറയും എന്നാണ് പറയണത്. അപ്പം ഇതൊക്കെ പ്രവാചകന്മാർ നമുക്ക് പറഞ്ഞു തന്നാണ്. അപ്പം നമ്മളതിൽ വിശ്വസിക്കുക. പിന്നെ അള്ളാഹു പറഞ്ഞ എന്താണ്? എല്ലാ സ്വത്തിൻ്റെയും ഈ ആകാശഭൂമികളുടെ മുഴുവൻ അനന്തരാവകാശം ആർക്കാണ്? അള്ളാഹുവിൻ്റെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്വത്ത് ഇപ്പോൾ ഓരോരുത്തരുടെ പേരിലും ഇങ്ങനെ ഉണ്ട്, എൻ്റെ സ്വത്താണെന്ന് പറയാമെന്നല്ലാണ്ട് ഇതിൻ്റെയൊക്കെ അനന്തരഫലം ഇതെല്ലാം തിരിച്ചു പോണത് എങ്ങോട്ടാണ്? അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട്. അപ്പം നിങ്ങൾ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ തന്നെ നിങ്ങൾ ഓരോ കാര്യവും പ്രവർത്തിക്കുക എന്നാണ് നമ്മളിതിൽ നിന്നൊക്കെ മനസ്സിലാക്കണത് അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.